നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 7 കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള ഈ ടെർമിനൽ നിർമ്മിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജനും സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പുതിയ ടൂറിസ്റ്റ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി Dr. R. ബിന്ദുവും നിർവഹിച്ചു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ MLA സേവ്യർ ചിറ്റ്ലപ്പള്ളിക്കെതിരെ രാഷ്ട്രീയ പോരാട്ടം ഘടിപ്പിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര സംഘടിപ്പിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപിന്റെ നേതൃത്വത്തിൽ മാർച്ച് 8 മുതൽ 10 വരെയാണ് പ്രതിഷേധ യാത്ര നടക്കുന്നത്. MLA ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും വികസന കാര്യത്തിൽ വലിയ പരാജയമാണെന്നും K. അജിത് കുമാർ ആരോപിച്ചു. പരിശുദ്ധ റംസാനിലെ പവിത്രമായ ബദർ ദിനം സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആചരിച്ചു. ആറ്റൂർ ഇസ്ലാഹുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമർ അൻവരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനാ സദസ്സും 100 കണക്കിന് വീടുകളിലേക്ക് ഭക്ഷണ വിതരണവും നടത്തി. മുള്ളൂർക്കര ജുമാ മസ്ജിദിൽ നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്ക് ഇമാം അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിനായുള്ള ദേശീയ HPV വാക്സിനേഷൻ ക്യാമ്പയിന് തുടക്കമായി. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP മദനും, വരവൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണനും, വേലൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രനും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യജ്ഞത്തിൽ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും സജീവമായി പങ്കെടുത്തു.